ഏവർക്കും സാന്തോം ക്വിസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. തോമാസ് ശ്ലീഹായുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട 50 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നിങ്ങളുമായി പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. ചോദ്യം 1. ഭാരതത്തിൻ്റെ ശ്ലീഹ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം വിശുദ്ധ തോമസ്. ചോദ്യം 2. തോമസ് എന്ന പേരിൻ്റെ ഉത്ഭവം ഏത് ഭാഷയിൽ നിന്നാണ്? ഉത്തരം അറമായ സുറിയാനി ഭാഷയിൽ നിന്ന്. ചോദ്യം 3. തോമസ് എന്ന വാക്കിൻ്റെ അറമായ ഭാഷയിലെ അർത്ഥം എന്താണ്? ഉത്തരം ഇരട്ട. ചോദ്യം 4. തോമാസ് ശ്ലീഹ കേരളത്തിൽ എങ്ങനെയാണ് വിളിക്കപ്പെട്ടിരുന്നത്? ഉത്തരം മാർത്തോമ. ചോദ്യം 5. വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ ജന്മസ്ഥലം ഏതാണ്? ഉത്തരം 6. യേശുവിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുന്നതിന് മുൻപ് തോമാസ് ശ്ലീഹായുടെ തൊഴിൽ എന്തായിരുന്നു? ഉത്തരം മീൻപിടുത്തം, മരപ്പണി. ചോദ്യം 7. ഈശോയുടെ 12 ശിഷ്യന്മാരിൽ ഒരുവനായ തോമാസ് ശ്ലീഹ എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നുള്ള വചനഭാഗം ഏതാണ്? ഉത്തരം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങൾ. ചോദ്യം 8. തോമാസ് ശ്ലീഹായുടെ പ്രേക്ഷിത തീക്ഷ്ണത വെളിപ്പെടുത്തുന്ന വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ വചനഭാഗം ഏത്? ഉത്തരം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 16-ാം വാക്യം. ചോദ്യം 9. തോമാസ് ശ്ലീഹ കേരളത്തിൽ വന്നിറങ്ങിയ വർഷം? ഉത്തരം AD 52. ചോദ്യം 10. തോമാസ് ശ്ലീഹ കേരളത്തിൽ വന്നിറങ്ങിയ തുറമുഖ പട്ടണം ഏത്? ഉത്തരം മുസറീസ്. ചോദ്യം 11. തോമാസ് ശ്ലീഹായുടെ പ്രതീകം? ഉത്തരം കുന്തം. ചോദ്യം 12. തോമാസ് ശ്ലീഹ രക്തസാക്ഷിത്വം വരിച്ച വർഷമേത്? ഉത്തരം AD 72. ചോദ്യം 13. തോമാസ് ശ്ലീഹ രക്തസാക്ഷിത്വം വരിച്ച സ്ഥലം ഏത്? ഉത്തരം മൈലാപ്പൂരിലെ ചിന്നമലയിൽ. ചോദ്യം 14. ദുക്രാന എന്ന വാക്കിൻ്റെ അർത്ഥം? ഉത്തരം ഓർമ്മ. ചോദ്യം 15. തോമാസ് ശ്ലീഹായുടെ ഭൗതിക ശരീരം സൂക്ഷിച്ചിരിക്കുന്ന ഇറ്റലിയിലെ ദേവാലയത്തിൻ്റെ പേര്? ഉത്തരം ഒർത്തോണ ദേവാലയം. ചോദ്യം 16. തോമാസ് ശ്ലീഹായെ പ്രതിപാദിക്കുന്ന സാഹിത്യ ഉറവിടങ്ങൾ ഏതെല്ലാം? ഉത്തരം റംബാൻ പാട്ട്, മാർഗം കളി, വീരടിയാൻ പാട്ട്. ചോദ്യം 17. തോമാസ് ശ്ലീഹായെ ഭാരതത്തിൻ്റെ വിശുദ്ധനായി പ്രഖ്യാപിച്ച മാർപ്പാപ്പ? ഉത്തരം പോൾ 6-ാമൻ മാർപ്പാപ്പ. ചോദ്യം 18. റംബാൻ പാട്ടിൻ്റെ രചയിതാവ് ആര്? ഉത്തരം റംബാൻ മാളിയേക്കൽ തോമസ്. ചോദ്യം 19. റംബാൻ പാട്ടിലെ കണക്കുപ്രകാരം കോട്ടയ്ക്കാവിൽ തോമാസ് ശ്ലീഹ എത്ര പേരെ ക്രിസ്തുമാർഗം പഠിപ്പിച്ച് മാമോദീസ കൊടുത്തു? ഉത്തരം 1770. ചോദ്യം 20. പട്ടുമുക്കിൽ തറവാടിന് തോമാസ് ശ്ലീഹായുടെ ഏത് പള്ളിയുമായാണ് ബന്ധമുള്ളത്? ഉത്തരം നിരണം. ചോദ്യം 21. തോമാസ് ശ്ലീഹ സ്ഥാപിച്ച പള്ളികൾ ഏതെല്ലാം? ഉത്തരം കൊടുങ്ങല്ലൂർ, പാലയൂർ, കോക്കമംഗലം, കോട്ടയ്ക്കാവ്, നിരണം, നിലയ്ക്കൽ, കൊല്ലം, തിരുവിതാംകോട്. ചോദ്യം 22. ഏഴര പള്ളികളിൽ കേരളത്തിന് പുറത്തുള്ള ദേവാലയം ഏത്? ഉത്തരം തിരുവിതാംകോട്. ചോദ്യം 23.
അരപ്പള്ളി എന്നറിയപ്പെടുന്ന ദേവാലയമേത്? ഉത്തരം തിരുവിതാംകോട്. ചോദ്യം 24. തിരുവിതാംകോട് പള്ളിയുടെ ഇപ്പോഴത്തെ പേരെന്ത്? ഉത്തരം സെൻറ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച്. ചോദ്യം 25. തിരുവിതാംകോട് പള്ളി സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം നാഗർകോവിൽ തേന്മല. ചോദ്യം 26. അരപ്പള്ളിയുടെ അർത്ഥമെന്ത്? ഉത്തരം അരജൻ്റെ അഥവാ രാജാവിൻ്റെ പള്ളി. ചോദ്യം 27. തോമാശ്ലീഹ കേരള ക്രൈസ്തവ സമൂഹത്തിന് ജന്മം നൽകിയ ആദ്യ സ്ഥലം ഏത്? ഉത്തരം മാലിയങ്കര. ചോദ്യം 28. ഏഴര പള്ളികളിൽ ലത്തീൻ രൂപതയുടെ കൈവശമുള്ള പള്ളി ഏത്? ഉത്തരം കൊല്ലം. ചോദ്യം 29. തോമാശ്ലീഹ നിരണത്ത് ഇറങ്ങിയ സ്ഥലം? ഉത്തരം തോമത്ത് കടവ്. ചോദ്യം 30. അഴീക്കോടുള്ള ദേവാലയത്തിൽ തോമാശ്ലീഹായുടെ തിരുശേഷിപ്പിൻ്റെ ഏതു ഭാഗമാണ് സൂക്ഷിച്ചിരിക്കുന്നത്? ഉത്തരം വലതു കൈ. ചോദ്യം 31. തോമാശ്ലീഹായുടെ തിരുശേഷിപ്പായ കൈയുടെ എല്ല് അഴീക്കോട് സ്ഥാപിക്കാൻ അനുവാദം നൽകിയ കർദിനാൾ ആര്? ഉത്തരം കർദിനാൾ യൂജിൻ. ചോദ്യം 32. കോക്കമംഗലം പള്ളിയിലേക്ക് ഇറ്റലിയിൽ നിന്ന് തോമാശ്ലീഹായുടെ തിരുശേഷിപ്പ് കൊണ്ടുവന്ന മാർപ്പാപ്പ ആര്? ഉത്തരം വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. ചോദ്യം 33. അഴീക്കോട് മാർത്തോമാ പള്ളിയിൽ തോമാശ്ലീഹായുടെ ഭാരതപ്രവേശന തിരുനാൾ ആഘോഷിക്കുന്നത് എന്ന്? ഉത്തരം നവംബർ 21. ചോദ്യം 34. തോമാശ്ലീഹായെ ഭാരതത്തിൻ്റെ അപ്പസ്തോലനായി പോൾ ആറാമൻ മാർപ്പാപ്പ പ്രഖ്യാപിച്ച വർഷം ഏത്? ഉത്തരം 1972. ചോദ്യം 35. റോമൻ കലണ്ടർ പ്രകാരം വിശുദ്ധ തോമാശ്ലീഹായുടെ തിരുനാൾ ഏതു ദിവസമായിരുന്നു ആഘോഷിച്ചിരുന്നത്? ഉത്തരം ഡിസംബർ 21. ചോദ്യം 36. വിശുദ്ധ തോമാശ്ലീഹായുടെ പൊന്മുടി എന്നറിയപ്പെടുന്ന കേരളത്തിലെ തീർത്ഥാടന കേന്ദ്രം ഏത്? ഉത്തരം മലയാറ്റൂർ. ചോദ്യം 37. തോമാശ്ലീഹ ഇന്ത്യയിലേക്ക് എത്ര യാത്രകളാണ് നടത്തിയത്? ഉത്തരം 2. ചോദ്യം 38. തോമാശ്ലീഹ ജലം മുകളിലേക്ക് എറിഞ്ഞപ്പോൾ ആ ജലഗണങ്ങൾ താഴെ വീഴാതെ വായുവിൽ നിന്നതായി ചരിത്രമുണ്ട്. അത് ഏത് സ്ഥലത്ത് വെച്ചാണ് സംഭവിച്ചത്? ഉത്തരം പാലയൂർ. ചോദ്യം 39. തോമാശ്ലീഹായുടെ ഇന്ത്യയിലെ പ്രേക്ഷിത ദൗത്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യ ലിഖിത കൃതി ഏത്? ഉത്തരം തോമായുടെ നടപടികൾ. ചോദ്യം 40. തോമസിൻ്റെ സുവിശേഷം അഥവാ നടപടികൾ എന്ന കൃതി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ എഴുത്തുകാരൻ ആര്? ഉത്തരം സ്വാമി വിനയ ചൈതന്യ. ചോദ്യം 41. ഇന്ത്യൻ തപാൽ വകുപ്പ് തോമാശ്ലീഹായുടെ ബഹുമാനാർത്ഥം തോമായുടെ ചിത്രം ആലേഖനം ചെയ്ത പോസ്റ്റൽ സ്റ്റാമ്പ് ഇറക്കിയത് എന്ന്? ഉത്തരം 1964 ഡിസംബർ 2. ചോദ്യം 42. തോമായുടെ നടപടികൾ എന്ന പുരാതന ഗ്രന്ഥരേഖ പ്രകാരം തോമാശ്ലീഹായെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന രാജാവ് ആരാണ്? ഉത്തരം ഗോണ്ടോഫറസ്. ചോദ്യം 43. തോമായുടെ നടപടികൾ എന്ന കൃതിപ്രകാരം പ്രാചീന വ്യാപാര മാർഗങ്ങളിൽ ഏത് മാർഗം ഉപയോഗിച്ചാണ് തോമാശ്ലീഹ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്തത്? ഉത്തരം കടൽ മാർഗം. ചോദ്യം 44. ഏഴര പള്ളികളിൽ രണ്ടാമത്തെ പള്ളി ഏതാണ്? ഉത്തരം കൊല്ലം. ചോദ്യം 45. ഏഴര പള്ളികളിൽ തൃപ്പാലേശ്വർ എന്നുകൂടി അറിയപ്പെടുന്ന സ്ഥലം? ഉത്തരം നിരണം. ചോദ്യം 46. തോമയാർ കോവിൽ എന്നറിയപ്പെടുന്ന പള്ളി? ഉത്തരം തിരുവിതാംകോട് പള്ളി. ചോദ്യം 47. മലയാറ്റൂരിലെ ആനകുത്തിയ പള്ളി സ്ഥാപിതമായ വർഷം? ഉത്തരം 1595.
ചോദ്യം 48. അമലഗിരി എന്നറിയപ്പെടുന്ന ദേവാലയമേത്? ഉത്തരം തിരുവിതാംകൂട് പള്ളി. ചോദ്യം 49. തോമാശ്ലീഹായിൽ നിന്നും മാമോദിസ സ്വീകരിച്ച വിശ്വാസ സമൂഹം അറിയപ്പെടുന്ന പേര്? ഉത്തരം മാർത്തോമ നസ്രാണികൾ. ചോദ്യം 50. ഉദ്ധിതനായ യേശുവിനെ കണ്ട് തോമസ് പറഞ്ഞ വാചകം? ഉത്തരം എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ.